ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെയൊക്കെ സീലിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സീലിങ്ങിൻ്റെ ഡയഗ്രാം, അതായത് ഡിസൈൻ കാര്യങ്ങളൊക്കെ ലിവിങ് ഏരിയ ഒക്കെ ഡിസൈൻ ചെയ്ത് വരുന്ന സമയത്ത് ഫാനിൻ്റെ പൊസിഷൻ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തായിരിക്കണം നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ വാർക്കയിൽ ഇട്ടിരിക്കുന്ന ഹുക്ക് ചിലപ്പോൾ ഏതെങ്കിലും സൈഡിലായിരിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നമുക്ക് ഫാനിൻ്റെ ഹുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഒരു ആങ്കർ ബോൾട്ട് അല്ലെങ്കിൽ ഫാനിൻ്റെ ഹുക്ക് നമ്മൾ ഭിത്തിയിൽ അടിച്ചു കൊടുക്കേണ്ടതായിരിക്കും, വാർക്കയിൽ അടിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ആങ്കർ ഹുക്കാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇത് നമ്മൾ കൊടുക്കുന്നത് സാധാരണ നമ്മുടെ ഫാനിന് കൊടുക്കുന്നത് 10 mm ആണ് നമ്മൾ സാധാരണ ആങ്കർ ഹുക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. വേറെ ഒന്നുമല്ല, നമ്മൾ 10 mm ആങ്കർ ഹുക്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നമ്മൾ കോൺക്രീറ്റ്, അതായത് വാർക്ക നമുക്ക് തുളയ്ക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ ഈ 10 mm വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബിറ്റ് 16 ബിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ബിറ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ആങ്കർ ഹുക്ക് കാര്യങ്ങൾ വരുന്നത്. ഫാനിന് വേണ്ടിയിട്ട് ഇത്രയും ഭാഗമാണ് നമ്മുടെ വാർക്കയുടെ ഉള്ളിലേക്ക് പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ഫാനിൻ്റെ ഷാക്കിൾ സെറ്റ് കാര്യങ്ങളൊക്കെ തൂക്കിയിടുന്നത്. ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇതിൻ്റെ തുമ്പ് നോക്കുക. ഏറ്റവും ഈ തുമ്പ് നോക്കിയിട്ട് അതാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത്. ഇതാണ് നമ്മുടെ 16 ബിറ്റ് വരുന്നത്. 16 mm അതിൻ്റെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഡ്രില്ലിലേക്ക് ഈ പറയുന്ന ബിറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് ശേഷം ഡ്രില്ല് വെച്ചിട്ടാണ് നമ്മൾ വാർക്ക തുളയ്ക്കുന്നത്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ വാർക്കയാണെങ്കിൽ ഒരു 4 ഇഞ്ചാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ആ ലെവലിൽ മുകളിലേക്ക് തുളയ്ക്കാതിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ബിറ്റ് നമ്മൾ ഇതുപോലെ വെച്ച് നോക്കുക. ഔട്ടർ കണ്ടോ, അതായത് ആ ആങ്കർ ഹുക്കിൻ്റെ ഔട്ടറും ബിറ്റിൻ്റെ ഔട്ടറും സെയിം ആയിരിക്കണം. ഒരുപാട് ഓവറായിട്ട് വലിപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഉറക്കില്ല. അപ്പോൾ ഈ പറയുന്ന ഹുക്ക് താഴേക്ക് വീഴാനും അതുപോലെ തന്നെ ഫാൻ താഴേക്കുള്ള ചാൻസസ് കാര്യങ്ങൾ കൂടുതലാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കയറി പോകുന്ന അത്രയും മാത്രമേ നമ്മൾ ഈ പറയുന്ന വാർക്ക തുളയ്ക്കാവൂ. വാർക്ക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 ഇഞ്ച് അല്ലെങ്കിൽ ആ മിനിമം ഏറ്റവും മെയിൻ വാർക്കയൊക്കെ ആകുമ്പോൾ 4 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ചാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഓവറായിട്ട് നമ്മൾ തുളച്ചാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വാർക്ക നേരെ തുളഞ്ഞ് ഏറ്റവും ടോപ്പ് പോവും, വെള്ളം കാര്യങ്ങൾ നേരെ താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും റിസ്ക് പിടിച്ച ഒരു മേഖലയാണ് നമ്മൾ ഈ തുളയ്ക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ വാർക്കയുടെ കനം എത്രയാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അത് കറക്റ്റായിട്ട് ബിറ്റിൽ മാർക്ക് ചെയ്തിട്ട് വേണം തുളയ്ക്കാനായിട്ട്. ഇതിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 3 ഇഞ്ച് ആ ലെവൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 3 ഇഞ്ച് മാത്രമേ നമുക്കിത് തുളയ്ക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ, വാർക്കയിലേക്ക് തുളയ്ക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഒരുപാട് നമ്മൾ ഡ്രില്ല് കയറ്റി വിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഏറ്റവും ടോപ്പ് ലെവലാണെങ്കിൽ വാർക്കയുടെ ടോപ്പ് ആണെങ്കിൽ നേരെ തുളഞ്ഞ് പുറത്തേക്ക് മുകളിലേക്ക് പോവും. അതിലൂടെ പിന്നെ ഒന്നും അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതായത് നേരെ വാർക്ക തുളഞ്ഞ് അകത്തേക്ക് വെള്ളം വീഴുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ വാർക്കയുടെ കനം കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ട രീതിയിലുള്ള ആങ്കർ ബോൾട്ട് കാര്യങ്ങൾ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് തുളയ്ക്കാവൂ. അത്ര റിസ്ക് പിടിച്ച രീതിയാണ്. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് 10 mm ആണ് നമ്മൾ പറഞ്ഞു. 16 mm ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ സാധാരണ ഫാൻ ഉപയോഗിക്കുന്ന ഹുക്ക് വരുന്നത്. ഇത് കറക്റ്റായിട്ട് തുളച്ചതിന് ശേഷം മുകളിലേക്ക് നമ്മൾ കയറ്റിയിട്ട ശേഷം നമ്മൾ ബിറ്റ് കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു നല്ല രീതിയിൽ കറക്കി വേണം, അതിൻ്റെ തുമ്പത്ത് കാണുന്ന കറക്കി വേണം നമുക്കത് ടൈറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ലോക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ആ ലോക്ക് ടൈറ്റായി വന്ന് അത് ഭിത്തിയിൽ, അതായത് വാർക്കയുടെ ഉള്ളിൽ ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതൊരു 3 പാളി പോലെയാണ് വരുന്നത്. ആ പാളികൾ കറക്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അത്ര ഹൈലി സ്ട്രോങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ബിറ്റാണ് ഈ കാണുന്നത്. നേരെ നമ്മൾ ഇതുപോലെ തന്നെ ചരി വാർക്കയാണ്. നേരെ നമ്മൾ ഈ പറയുന്ന 16 ബിറ്റിട്ട് തുളച്ചതിന് ശേഷം കറക്കി അത് ടൈറ്റ് ചെയ്യണം. ശരിക്കും ടൈറ്റായി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത്ര കിലോ വെയിറ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തൂങ്ങി നോക്കാം. അത് സേഫ്റ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പറയുന്ന ഫാനിൻ്റെ ഹുക്ക്, ഷാക്കിൾ സെറ്റ് കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.